പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥൻ മരിച്ച സംഭവത്തിൽ 7 ലക്ഷം രൂപ രജിസ്ട്രിയിൽ കെട്ടിവെച്ചതായി സർക്കാർ. ജൂലൈ 4-ന് തന്നെ തുക ഹൈക്കോടതി രജിസ്ട്രിയിൽ സർക്കാർ കെട്ടിവെച്ചു എന്നാണ് കോടതിയെ അറിയിച്ചത്. കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിനെതിരായ ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി. ഹർജിയിൽ പരാതിക്കാരൻ സന്ദീപ് വാചസ്പതി, സിദ്ധാർത്ഥൻ്റെ കുടുംബം എന്നിവർക്ക് നോട്ടീസ് നൽകി. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, എന്തായാലും 7 ലക്ഷം രൂപ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച 7 ലക്ഷം രൂപ അത് ഹൈക്കോടതിയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. നേരത്തെ സർക്കാർ ഇതിനെ നഷ്ടപരിഹാരം നൽകുന്നതിനെ എതിർത്തിരുന്നു. ഇനി തുടർ നടപടികൾ എന്തായിരിക്കും? ഹൈക്കോടതിയുടെ തന്നെ നിർദ്ദേശാനുസരണമാണ് നഷ്ടപരിഹാര തുകയായ 7 ലക്ഷം രൂപ രജിസ്ട്രിയിൽ സംസ്ഥാന സർക്കാർ കെട്ടിവെച്ചത്. ജൂലൈ 4-ന് തന്നെ ഈ തുക കെട്ടിവെച്ചുവെന്നാണ് സർക്കാരിന്റെ അഭിഭാഷകൻ ഇന്ന് ഈ സർക്കാരിന്റെ തന്നെ, അതായത് നഷ്ടപരിഹാരത്തിന് ഉത്തരവിട്ട ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശത്തിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി പരിഗണിച്ച സമയത്ത് വ്യക്തമാക്കിയത്. എന്തായാലും ജൂലൈ 4-ന് തന്നെ തുക കെട്ടിവെച്ചു എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഹർജിയിൽ നിലവിൽ പരാതിക്കാരനായിട്ടുള്ള സന്ദീപ് വചസ്പതിക്കും സിദ്ധാർത്ഥന്റെ കുടുംബത്തിനും ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകിയത് സന്ദീപ് വചസ്പതിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഹർജിയിലെ ഒരു എതിർകക്ഷി സന്ദീപാണ്. അതുകൊണ്ടാണ് സന്ദീപിന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇനി ഈ സന്ദീപിന്റെ അതോടൊപ്പം തന്നെ സിദ്ധാർത്ഥന്റെ കുടുംബത്തിന്റെയും മറുപടി കൂടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കേൾക്കും. നേരത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് 7 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് സർക്കാരിന് നിർദ്ദേശം നൽകിയെങ്കിലും അതിൽ യാതൊരു തുടർ നടപടികളും സ്വീകരിച്ചിരുന്നില്ല. തുടർന്ന് രണ്ടാമത് ഇതുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറി ജൂലൈ 15-ന് ഹാജരാകണമെന്നുള്ള ഒരു നിർദ്ദേശം വന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ ഹർജി നൽകിയത്. ആ കാലതാമസം അടക്കം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ തവണ സർക്കാരിനോട് ചോദിച്ചതാണ്. എന്തായാലും നിലവിൽ ഈ ഹർജി 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കാനായിട്ട് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് മാറ്റിയിരിക്കുകയാണ്. രജിസ്ട്രിയിൽ ഈ തുക കെട്ടിവെച്ചതടക്കമുള്ള വിശദാംശങ്ങളാണ് നിലവിൽ സംസ്ഥാന സർക്കാർ ഇന്ന് അറിയിച്ചത്. അനിൽ നമ്പ്യാർ.